നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയും സെൻസെക്സിനെ സംബന്ധിച്ച് ഇന്ന് നഷ്ടത്തിന്റെ കഥയാണ് പറയാനുള്ളത്. നിഫ്റ്റി 24,870 അതായത് 213 പോയിന്റിന്റെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 81,306 ഏതാണ്ട് 700ഓളം പോയിന്റിന്റെ മൈനസ് ആണ് ഉണ്ടായത്. എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഫാർമയും കൺസ്യൂമർ ഡ്യൂറബിൾസും മാത്രമാണ് ഒരല്പം ഗ്രീൻ ക്ലോസ് ചെയ്തത്. ഫിനാൻഷ്യൽസ്, ബാങ്കിങ് എല്ലാം 1%, IT 1% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും നമ്മളുടെ ഒരു 6 ദിവസത്തെ റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. അതുപോലെ തന്നെ ജാക്സൺ ഹോൾ സിംബോസിയത്തിൽ ഫെഡ് ചെയർമാന്റെ അഭിപ്രായത്തിന് അതിനെ കരുതിയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലായിരിക്കാം മാർക്കറ്റിൽ ഇത്ര സെല്ലിംഗ് വന്നത്. ഫെഡിൽ ചെയർമാന്റെ സ്പീച്ച് ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചും ഇനി വരുന്ന മാസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചും അമേരിക്കൻ എക്കോണമിയെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ വളരെയധികം മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മറ്റൊന്ന്, ഉക്രൈൻ റഷ്യൻ വാർ പ്രതീക്ഷിച്ചത്ര നേരത്തെ ക്ലോസ് ആവാൻ, അതായത് സമാധാനത്തിന്റെ വഴിയെ വരാനുള്ള സാധ്യത കുറവാണ്. ഡോൺ ബോസ്കോ അതുപോലെ മറ്റു പല പ്രദേശങ്ങളും വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിൽ പുടിൻ പുതിയ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നാറ്റോയിലെ പട്ടാള അംഗങ്ങൾ ഉക്രൈനിൽ ഇറങ്ങുന്നതിനെ ഒരു രീതിയിൽ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള കമന്റും വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് ഉക്രൈനിൽ റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഇതൊക്കെ സമാധാനത്തിന്റെ ആ സാധ്യത ഒരല്പം കുറയ്ക്കുന്നുണ്ട്. യുദ്ധം കൂടുതൽ കലുഷിതമായതുകൊണ്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലും ഒരല്പം കയറിയിട്ടുണ്ട്. US മാർക്കറ്റുകളും കഴിഞ്ഞ ദിവസം 5 ദിവസമായിട്ട് S&P 500 നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഒരുപക്ഷെ വാൾമാർട്ടിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ച നന്നായില്ല. സെയിൽസ് കൂടുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റ് മാർജിൻ അധികം വരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കാം, ആ റീസൺ കാരണമായിരിക്കാം വാൾമാർട്ട് മൈനസിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ സോളാർ പ്രൊജക്ടുകൾക്ക് അനുമതി നൽകില്ല എന്നുള്ള ട്രംപിന്റെ കമന്റും ആ സെക്ടറുകളെ സംബന്ധിച്ചും മോശമായി ബാധിച്ചിട്ടുണ്ട്. US, യൂറോപ്പ് പുതിയ ട്രേഡ് ഡീൽ, അതായത് ചില പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന രീതിയിൽ അവരെ ഡീല് വീണ്ടും അംഗീകരിച്ചിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഡീലില്, അതായത് ഇനി എന്നാണ് ഡേറ്റ്, അത്തരം കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ ബന്ധം ഇത് കൂടുതൽ ദൃഢമാകാൻ കാര്യമായിട്ടുണ്ട്. ഇന്ത്യക്ക് കൂടുതൽ ക്രൂഡ് ഓയിലിൽ ഡിസ്കൗണ്ട് റഷ്യ നൽകുന്നുണ്ട്. അതുപോലെ റയർ എർത്ത് മെറ്റൽസിന്റെ കാര്യത്തിലൊക്കെ ചൈനയും അനുകൂലമായ നടപടികൾ ഒക്കെ എടുക്കുന്നുണ്ട്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്കും ചൈനയിലേക്കും നമുക്ക് കയറ്റുമതിക്കുള്ള അനുമതി അതാത് രാജ്യങ്ങൾ നൽകുന്നുണ്ട്. ഇതൊക്കെ ഈ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിൽ നിന്ന് അതിന്റെ ഒരു ആഘാതം ലഘൂകരിക്കാനായിട്ട് നമ്മെ സഹായിക്കും. മറ്റൊന്ന്, GDP ഏതാണ്ട് 6.3 കുറയുമെന്നാണ് SBI പറയുന്നത്. അതുപോലെ GST റിഫോംസിന് മന്ത്രിതല സമിതിയുടെ അനുമതി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡെറിവേറ്റീവ്സിൽ കുറച്ച് റെസ്ട്രിക്ഷൻസൂടെ വീണ്ടും സെബി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാക്സ് ഹെൽത്തും ഇൻഡിഗോയും നിഫ്റ്റിയിലേക്ക് വരികയും ഇൻഡസ്ഇൻഡ് ബാങ്കും ഹീറോ മോട്ടോ കോർപ്പും നിഫ്റ്റിയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ US ഫ്യൂച്ചേഴ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.